ജാസ്മിനും റസ്മിനും തമ്മിൽ മുട്ടൻ അടിയാണ് നടന്നിരിക്കുന്നത്. ജാസ്മിനെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ റസ്മിൻ അവിടെ പെരുമാറുകയായിരുന്നു. ജാസ്മിനെ കൊടുത്ത റൂൾ പ്രകാരം ശ്വേത പറഞ്ഞു 5 മിനിറ്റിനുള്ളിൽ പ്രോഗ്രാം നടക്കണം, എല്ലാവരെയും ലിവിംഗ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തണം എന്നുള്ളതായിരുന്നു ശ്വേത കൊടുത്ത ഓർഡർ. അവിടെ റോബോ ആയിക്കൊണ്ട് അവിടെ എല്ലാവരുടെ അടുത്തും ചെന്ന് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാനായിട്ട്. ആ സമയത്ത് അവിടെ ഓണേഴ്സിന് മാത്രം വന്നിരിക്കാനായിട്ട് താല്പര്യമില്ല, പവർ റൂമിലുള്ളവർക്ക്. നോറ മാത്രമാണ് വന്നിരുന്നത്. ബാക്കി എല്ലാവർക്കും കിച്ചണിൽ പണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആരും വരാനായിട്ട് കൂട്ടാക്കാതായ സമയത്ത് അവിടെ കിച്ചണിൽ വന്ന് വീണ്ടും ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് തന്നെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുക, 1 മിനിറ്റിന്റെ ഉള്ളിൽ വന്നിരിക്കുക, മേഡം തന്ന ഓർഡറാണ് എനിക്ക്, വന്നിരിക്കുക, പ്രോഗ്രാം തുടങ്ങാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അവരാരും വരില്ല എന്ന് വാശി പിടിക്കുകയായിരുന്നു. ഞങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പവർ റൂമിലുള്ള ആരും തന്നെ വരാനായിട്ട് സമ്മതിച്ചില്ല. അപ്പോൾ ജാസ്മിൻ ചെന്ന് ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് നോക്കി. അവർ കിച്ചണിൽ പണിയെടുക്കാണ്. ആ സമയത്ത് അവിടെ കിച്ചണിൽ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് അവിടെ ജാസ്മിൻ ചെന്ന് ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ തന്നെ റസ്മിൻ കൈക്ക് കയറി പിടിച്ച് കൈ അങ്ങ് പിടിച്ച് തിരിച്ച് ജാസ്മിനെ തള്ളി മാറ്റുകയായിരുന്നു. നമുക്കത് ലൈവില് കറക്റ്റായിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചില്ല. ജാസ്മിന്റെ തലയിലിരുന്ന ആ റോബോ കിരീടം എറിഞ്ഞു പൊട്ടിച്ചു എന്ന് തോന്നുന്നു. അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ഓടി കൂടുന്നുണ്ട്. ജാസ്മിൻ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് എല്ലാവരോടും തന്നെ അപ്പോൾ തന്നെ ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ടായിരുന്നു. ജാസ്മിൻ അവിടെ ഇരുന്ന് കരയുന്ന സമയത്ത് ശ്വേത വന്നിട്ട് സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു സീനാണ് നമുക്ക് പിന്നെ അവിടെ കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും അവിടെ അക്കാര്യത്തിൽ തെറ്റ് റസ്മിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു. റസ്മിൻ മാത്രമല്ല, പവർ റൂമിലുള്ള എല്ലാവരെയും ഇക്കാര്യത്തിൽ നമുക്ക് കുറ്റം പറയേണ്ടി വരും. റസ്മിൻ മാത്രമായിരുന്നില്ല, അവരാരും വിളിച്ചിട്ട് വരാനായിട്ട് തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. റസ്മിൻ അതിന്റെ ഒപ്പം നിന്നു. റസ്മിൻ ജാസ്മിന്റെ കൈ പിടിച്ച് വലിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു ഗുസ്തിയൊക്കെ അവിടെ നടന്നു. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ നമുക്ക് ജാസ്മിനെ തെറ്റി പറയാനായിട്ട് സാധിക്കുന്ന കാര്യമില്ല. ജാസ്മിന് കിട്ടിയ ഓർഡർ ജാസ്മിൻ അവിടെ നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് റസ്മിൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ ചെയ്തത്.